ക്യാബറെ. ഇവിടെ ക്യാബറെ പാടില്ല എന്ന് പല തവണ ഞാൻ വാണിംഗ് തന്നിട്ടില്ലടോ. സാറ് തന്നായിരുന്നു, പക്ഷെ അത് വാണിംഗ് ആണെന്ന് അറിയില്ലായിരുന്നു. ഇത് കാബറയല്ല സാറേ. ശരീരം മുഴുവൻ ഡ്രസ് ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ സാറേ? ക്യാബറെ ഞാനും കണ്ടിട്ടുണ്ട്. ആദ്യം തുണിയെല്ലാം ഉണ്ടാവും, പിന്നെ ഓരോന്നായിട്ട് അഴിച്ചു കളയും. അല്ലേ നിർത്തടാ. എസ് എന്ന് പറയും. സാറാരാണാവോ? ശിവരാമൻ എന്ന് പറയും. എന്ന് നീ പറയും, ഞാൻ പറയില്ല. കേരള ജീപ്പില്. സാറേ, ഓഹോ, ഞങ്ങള് നിരപരാധികളാണ്. ആണോ? അതെ. എന്നാ നീ ആദ്യം കേരള ജീപ്പില്. സാറന്മാരോടൊക്കെ ഇനി പ്രത്യേകിച്ച് പറയണമായിരിക്കും. കേരള കരിമലയാള വണ്ടിയില് ഈ 3 ജീപ്പിൽ കയറൂല, വല്ല ലോറി എങ്ങനെ വിളി. ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഇത്രയും വലിയ ബാങ്കിംഗ് സ്ഥാപനങ്ങളുടെ ഉടമകളായ നിങ്ങൾക്ക് നാണമില്ലേ ആ ക്യാബറ നർത്തകിയുടെ പുറകെ ഇങ്ങനെ നടക്കാൻ? അയ്യോ, അത് ക്യാബറെ നർത്തകിയല്ല, പിന്നെ ദലാൽ ഗ്രൂപ്പ് MD-യുടെ മകൾ. മൈ ഗോഡ്. എന്നിട്ട് ആ കുട്ടി എന്തിനാ ഷാപ്പിൽ ക്യാബറ നിർത്താടാൻ പോയത്? ഐ മീൻ, എന്തെങ്കിലും മെന്റൽ ഡിപ്രഷൻ, കുടുംബത്തോടുള്ള പ്രതികാരം, എക്സാമിനേഷൻ റിസൾട്ട് ഫിയർ, ലവ് ഫെയിലിയർ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സ്റ്റോപ്പ് ഇറ്റ്. അങ്ങനെയൊന്നുമില്ല. അവൾ എനിക്കൊരു SMS അയച്ചിരുന്നു. ഓ, SMS, സെൽഫോൺ മാനിയ. എന്തായിരുന്നു കണ്ടന്റ്? അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ നാട് വിടുന്നു എന്ന് മാത്രമായിരുന്നു അത്. ആരാ ബോയ് ഫ്രണ്ട്? എനിക്കറിയില്ല. പക്ഷേ എനിക്കും അറിയില്ല. വാ, ചോദിച്ചു നോക്കാം. കുട്ടി ഒരു ബോയ് ഫ്രണ്ടുമായി ഒളിച്ചോടുകയായിരുന്നല്ലേ? ടെൽ മീ ദ ട്രൂത്ത്. അതെ. ഈ ബോയ്സിലാരാ കുട്ടിയുടെ ബോയ് ഫ്രണ്ട്? അയ്യോ, ഞാനല്ല, എന്റെ ഫ്രണ്ട് ബാക്കിലാ. തന്റെ ഫ്രണ്ട് ബാക്കിലും? ആ കുട്ടിയുടെ ഫ്രണ്ടാ എന്റെ ഫ്രണ്ട് ബാക്കില്. തന്റെ ഫ്രണ്ട് ബാക്ക് എല്ലായിടത്തും. ഇതാണ് ഫ്രണ്ട്. താനാണോ ആ കുട്ടിയുടെ ബോയ് ഫ്രണ്ട്? ആണെങ്കി ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. താങ്ക് യു സർ. കുട്ടിക്ക് പ്രായപൂർത്തിയായതാണോ? വെരി ഗുഡ്. തനിക്ക് പ്രായപൂർത്തിയായതാണോ? 2 പ്രാവശ്യം ആയതാണ്. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇനി ഒറ്റ വഴിയുള്ളൂ, സ്നേഹത്തിന്റെ വഴി. ദിൽ ചൽത്താ ഹൈ. പ്രായപൂർത്തിയായ കമിതാക്കൾ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ ആർക്കും തടയാനാവില്ല. ഇവരെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ എന്നാണല്ലോ പഴമൊഴി. ഈ വിവാഹം ഞാൻ നടത്തി തരണോ? വേണ്ട, ഞങ്ങള് നടത്തി കൊടുത്തോളാം. ആദ്യം താൻ ശരിക്കും നടക്കാൻ പഠിക്കുക, എന്നിട്ട് നടത്തിക്ക്. കൺവട്ടത്തുനിന്ന് വിളിച്ചോണ്ട് പോ. കോൺ മെനഹ കരോർപതി. ഒരിക്കലും ഇടാത്ത അണ്ടർവെയർ ഇന്നിട്ടത് ഭാഗ്യമായി. ഒന്ന് പോടാർന്നു, ഇട്ടതാ കുഴപ്പമായത്. ചാണ്ടി. പാർവതി, വരൂ മോളെ. വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ഇങ്ങോട്ട് നോക്കണം. വണ്ടി ഇവിടെ. വാ, എന്റെ വീടാ, ഇറങ്ങിക്കോ. All the best. കാമുകി കാമുക. പോടാ. വാ.
ശലോ ഇടത്ത് കാല വെച്ച് ഈ മുറി തൽക്കാലം താൻ ഉപയോഗിച്ചോളൂ. ആ ഉയ്യോ, പിന്നെ അലങ്കോലമാക്കരുത് പ്ലീസ്. ഇതുപോലെ വൃത്തിയായിട്ട് സൂക്ഷിച്ചണം. ഉയ്യോ, ഒരു കാര്യം സംസാരിക്കും. വിധി വന്നു കൊളുത്തിയ ചിത കണ്ണിൽ ജ്വലിച്ചു. വിധി വന്നു കൊളുത്തിയ ചിത കണ്ണിൽ ജ്വലിച്ചു. ശിവരാമ, ഏതാ പെണ്ണ്? അരെ എടാ, ആ പെണ്ണ് ഏതാന്ന്? അതോ, അത് പിന്നെ ഈ വേറെയാണ്. അത് പൊയ്ക്കോളൂ. ശിവ, സത്യം പറ, ആ കൊച്ചേതാ? സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ആ കുട്ടി അവളെൻ്റെ കാമുകയാണ്. അതെ, ആ കുട്ടിക്ക് നോർത്ത് ഇന്ത്യൻ രീതിയിലുള്ള വെജിറ്റേറിയൻ ഫുഡ് വേണം. ഇന്ന് ഞാനും വെജിറ്റേറിയനാണ്. ഒന്ന് കുളിക്കുകയും ചെയ്യും. കുളിക്കാനോ? ദേ, കുഴപ്പമായല്ലോ. ചേട്ടാ, റോക്സ് വേണ? ആ പെണ്ണിന്റെ വീട്ടുകാർ വന്നിരിക്കുന്നു. അയ്യോ, അവർക്ക് എല്ലാവർക്കും കൂടെ തികയില്ല. ആ പെണ്ണിനെ അങ്ങ് പറഞ്ഞു വിട്ടേക്കാൻ. അവൾക്ക് സമ്മതമാണെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ, അല്ലാതെ ബലം പ്രയോഗിച്ചു കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കൂല. ചേട്ടാ പ്ലീസ്, ആവശ്യമില്ലാത്ത പൊല്ലാപ്പെടുത്ത് തല വെക്കരുത്. അവർക്ക് സെൻട്രൽ ഗവൺമെന്റിൽ വരെ നല്ല ഹോൾഡാ. എന്നെ മിനിസ്റ്റർ നേരിട്ട് വിളിച്ചു പറഞ്ഞു ആ കൊച്ചിനെ വിട്ടുകൊടുക്കണം. ആര് പറഞ്ഞാലും ശരിയാ, അവളെ ഇവിടുന്ന് പിടിച്ച് വലിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. എങ്കിൽ ചേട്ടന്റെ സമ്മതമില്ലാതെ എനിക്ക് ചെയ്യേണ്ടി വരും. എങ്ങനെ, അനിയനായിട്ടാണോ അതോ പോലീസ് ഓഫീസറായിട്ടാണോ ഈ പറയുന്നത്? അനിയനായിട്ട് തന്നെ. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. മുതിർന്നവരുടെ കാര്യത്തിൽ ഇടപെട്ടാൽ നിന്റെ ചന്തി ഞാൻ അടിച്ചു പൊട്ടിക്കും. എങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് ഞാനത് ചെയ്തോളാം. അത് പറ്റില്ല സാർ. ആ കുട്ടി എന്റെ കാമുകയാണ്. കാമുകനും കാമുകയും എന്ന് പറഞ്ഞാൽ ബ്രാൻഡിയും വെള്ളവും കൂടെ മിക്സ് ചെയ്ത പോലെ. ഒരു പോലീസ് ഓഫീസർ വിചാരിച്ചാലും അതിനെ വേർപിരിക്കാൻ പറ്റില്ല. അത്രയും വാശി വേണോ ശിവരാമ? ഒന്ന് ചോദിച്ചോട്ടെ ശിവരാമ, നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം? എങ്ങനെ പറയൂ, നിങ്ങൾ എങ്ങനെ കാമുകി കാമുകന്മാരായത്? ആദ്യം കണ്ടുമുട്ടിയത് മുതൽ പറയണം. ഞാൻ ആദ്യമായിട്ട് ആ കുട്ടിയെ കാണുന്നത് ഫസ്റ്റ് ടൈമിലാ. ആദ്യമായിട്ട് ആ കുട്ടിയെ ഞാൻ കാണുന്നു ഒരു ദിവസം അമ്പലത്തില് ഞാൻ തൊഴാൻ പോയപ്പോ ഞാൻ ആ കുട്ടിയെ ആദ്യമായിട്ട് കണ്ടു. ഫസ്റ്റ് ടൈം കണ്ടപ്പോ തന്നെ എന്റെ മനസ്സ് പറഞ്ഞു, ഇതാണ് ആ കുട്ടി, ഇതാണ് ആ കുട്ടി. പിന്നെ വൈകിയില്ല, ഞാൻ ചോദിച്ചു, ദേവി, ഞാൻ അവിടുത്തെ പൂജാരിയായിട്ട് ഇനിയുള്ള കാലം പൂജിച്ചോട്ടെ എന്ന്. അവള് പറഞ്ഞു, ഓക്കെ ചേട്ടാ. എന്നിട്ടോ എന്നിട്ടോ എന്നിട്ട് ഞങ്ങള് ബീച്ചിൽ പോയി. എന്നിട്ട് കണ്ണും നോക്കി അങ്ങനെ ഇരുന്നു. എന്നിട്ട് ഞങ്ങള് കപ്പലണ്ടി വാങ്ങിച്ചു തന്നു. സർ, ബീച്ചിൽ കപ്പലണ്ടി വിൽക്കണ പയ്യന്മാരില്ലേ, അവരുടെ കപ്പലണ്ടി വാങ്ങിച്ചു തന്നു. തോന്നിയാസം പറഞ്ഞോടാ. ആരോടാ നീ കളിക്കുന്നേ? പറടാ, നീ അവളെ തട്ടിക്കൊണ്ട് പോന്നല്ലേ? ഒരു വലിയ തുക നീ ഫോൺ ചെയ്ത് ചോദിച്ചില്ലേ? പോലീസിൽ പിടിയുള്ള ഏത് പണക്കാരും ചെയ്യുന്ന സൂത്രമല്ലേ സാർ? മകളുടെ കാമുകനെ കള്ളക്കേസിൽ കുടുക്കി അകത്തിടുക എന്നുള്ളത്. പെണ്ണിനെ തിരിച്ചു കെട്ടാ ഇവരും അത് ചെയ്തു, അത്രേ ഉള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് സാറിന് വേണ്ടേ? പറടാ, എന്തിനാ നീ അവളെ പൂട്ടിയിട്ടിരിക്കുന്നത്? വേണ്ട സാർ, ഇത് ഞാൻ നോക്കിക്കോളാം. സാർ, ഇത് നിങ്ങളുടെ ഡ്യൂട്ടി ആയിരിക്കും, പക്ഷെ അത് സ്റ്റേഷൻ വെച്ചാവാം. ഇത് എന്റെ വീടാണ്. എന്നാ ഇത് പോലീസ് സ്റ്റേഷൻ ആണെന്ന് കൂട്ടിക്കോ. പ്രതിയെ മാത്രമല്ല, പ്രതിയുടെ അച്ഛനെ ചിലപ്പോ ചോദ്യം ചെയ്തു വരും. വിളിച്ചെടുക്കണം അവളെ. കുട്ടി ആരെയും ഭയപ്പെടണ്ട. ഇവൻ കുട്ടിയെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നാണെന്ന് ഞങ്ങൾക്കറിയാം. ധൈര്യമായിട്ട് വീട്ടുകാരോടൊപ്പം പൊയ്ക്കോളൂ. ശിവരാമൻ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല.
എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ അദ്ദേഹത്തോടൊപ്പം വന്ന് താമസിച്ചതാ. അങ്ങനെ നിന്റെ ഇഷ്ടപ്രകാരം തോന്നിയ സ്ഥലത്ത് താമസിക്കാനൊന്നും പറ്റില്ല. നിനക്കിഷ്ടമാണെങ്കിൽ വിവാഹം ഞങ്ങൾ നടത്തി തരും. എന്നിട്ട് ഇവിടെ വന്ന് താമസിച്ചോളൂ. അതെ, വിവാഹം കഴിയാത്ത സ്ഥിതിക്ക് കുട്ടി ഇവരോടൊപ്പം പോകണം. പോയേ പറ്റൂ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതാ. അതെ അതെ, ഇന്നലെയായിരുന്നു ഞങ്ങളുടെ കല്യാണം. അതിന്റെ പാർട്ടി ഷാപ്പി വെച്ച് നടക്കുമ്പോഴാണ് പോലീസുകാർ വന്ന് ഞങ്ങളെ പൊക്കിയത്. താൻ എന്താ പറഞ്ഞേ? ചേട്ടന്റെ മോളെ തട്ടിക്കൊണ്ട് പോയി വലിയൊരു തുക ചോദിച്ചു എന്നല്ലേ? ഇപ്പൊ മോള് പറഞ്ഞ കേട്ടല്ലോ. സർ, അത് അവളെ ഭീഷണി. വെറുതെ ആളെ മെനക്കെടുത്താൻ. നീ കളിക്കുന്നത് ആരോടാണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല. നീ പ്രതീക്ഷിക്കുന്നതിലും വളരെ വലുതാണ് ഞങ്ങളുടെ ലോകം. നമുക്ക് വിശദമായി ഒന്ന് കൂടാം. അതിനുള്ള ഏർപ്പാട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് കൂടാം. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ബ്രാൻഡൊന്നുമില്ല. വാറ്റാണ് കൂടുതൽ ഇഷ്ടം. കുറച്ച് മുട്ടയും കൂടെ വേണമെങ്കിൽ പുഴുങ്ങി വെച്ചോണം. അതാണ് അതിന്റെ കോമ്പിനേഷൻ. ഐ എം സോറി. ഇതല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ലായിരുന്നു. ഏയ്, അതൊന്നും സാരമില്ല. ഈ താലിയിലും മാലയിലും ഒന്നും ഒരു കാര്യമില്ല. സ്നേഹവും ബന്ധവും ഒക്കെ മനസ്സിനകത്തല്ലേ. പിന്നെ ഈ കുട്ടിയോട് എനിക്ക് വലിയൊരു കടമുണ്ട്. അതിങ്ങനെ കുറേശ്ശെ തീരുകയാണെന്ന് അവൾക്കറിയാം. ഈ കുട്ടി എൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ അവള് പറയുമായിരുന്നു. ഞാനോ? ഞാൻ ശിവരാമന്റെ ഭാര്യയാ. അതിന് നിങ്ങൾക്കെന്താ നഷ്ടം? എനിക്ക് നഷ്ടമുണ്ടടി. കാരണം അവൻ എന്റെ മകനാ. കല്യാണം കഴിയുന്നതിന് മുമ്പേ അവന്റെ ഭാര്യയാണെന്ന് പറഞ്ഞില്ലേ? അതെ, ഒരു ചെറ്റക്കുടൽ ജനിച്ചതിന്റെ തൊട്ട് സ്വഭാവ. ഇതുപോലൊരുത്തി എന്റെ വീട്ടിൽ കയറാൻ ഞാൻ സമ്മതിക്കില്ല. അവന്റെ പഠിപ്പൊക്കെ പൂർത്തിയായി കഴിഞ്ഞ് അവന് നല്ലൊരു ഭാര്യയെ ഞാൻ കണ്ടെത്തി കൊടുത്തോളാം. നീ അങ്ങനെ ഓസിന് ഭാര്യയാവണ്ട. പറഞ്ഞത് മനസ്സിലായില്ലേ? ഓസിന് ഭാര്യയാവാൻ നടക്കുന്നു. അവളെ അത് ഒരുപാട് വേദനിപ്പിച്ചു. ഞാനുമായുള്ള റിലേഷൻഷിപ്പ് തുടരാൻ പേടിയുണ്ടെന്ന് അവൾ പറഞ്ഞു. പക്ഷെ അവളെ നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയുമായിരുന്നില്ല. സാധാരണ കാമുകന്മാർ ചിന്തിക്കുന്നത് പോലെ ഞങ്ങൾ ഒളിച്ചോടാൻ തീരുമാനിച്ചു. എൻ്റെ പോലീസ് അനിയൻ പോലീസ് ആകുന്നതിന് മുമ്പേ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ മിടുക്കനായിരുന്നു. പുറപ്പെട്ടു പോകാൻ തീരുമാനിച്ച ആ രാത്രി പുറത്തിറങ്ങാനാവാത്ത വിധം ഞാൻ ആ മുറിയിൽ ബന്ധിക്കപ്പെട്ടു. പക്ഷേ ഇതൊന്നും അറിയാതെ ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ച് പറഞ്ഞ സ്ഥലത്ത് അവൾ കാത്തു നിന്നു. പിറ്റേ ദിവസം ഇപ്പോഴും ആ ഓർമ്മകൾ എൻ്റെ താളം തെറ്റിക്കുന്നു. അപ്പോഴാ ഈ ഒളിച്ചോട്ടവും കുടിയും ഇടിയൊക്കെ എല്ലാം മറക്കണ്ടേ? അയ്യോ, ഇപ്പം തന്നെ ഒരുപാട് വൈകി. ഞാൻ വേഗം പോയിട്ട് വരാം. ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. എവിടെയാ? ഇവിടെ ഒരു ബാറിലാ. Hello.